എന്തായിരുന്നാലും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒത്തുകൂടൽ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ, ഇവിടെ നടക്കുന്ന ആദരവുകളെക്കാൾ കൂടുതൽ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു സംഗമമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തി. ഹൃദയപരമായ ഒരു വൈകാരിക തലം അവിടെ അവശേഷിക്കുന്നുണ്ട്. വഹിക്കുന്ന ഒന്നാണ് സ്ഥാപനങ്ങൾ, സാമൂഹികമായ ഇടപെടലുകൾ. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളറിയാതെ സ്വാധീനിക്കപ്പെട്ടു പോയ ഒരു സ്ഥാപനമാണ് WMO എന്ന് പറയുന്നത്. നമുക്കെല്ലാ ആളുകൾക്കും സന്തോഷമുണ്ടാകുന്നത് ഓർക്കുന്നത്. അതിൻ്റെ പടനായകൻ, അതിൻ്റെ നായകൻ, അതിൻ്റെ സ്വപ്നകാരി എല്ലാമായിരുന്ന ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ജമാൽ സാഹിബിന് ഇതുകൊണ്ടൊക്കെ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ആകെ കിട്ടുന്നത് ഇവിടെ നടന്ന ഒരു പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടേണ്ടതില്ല, കിട്ടാനുമില്ല. നാളെ നമ്മൾക്കും കിട്ടാൻ പോകുന്നത് ജമാൽ സാഹിബിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ മനസ്സിൽ ആളുകളെ തിരിച്ചറിയില്ല, ഒരുതരം മന്ദബുദ്ധികളായി മാറുന്ന അവസ്ഥയിലേക്ക് കാലം മാറും. ഇതിനെ എങ്ങനെ അതിജയിക്കാം എന്നത് വിശേഷിച്ച് മുസ്ലിം സ്ഥാപനങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഉള്ള സമയം തർക്കിക്കാനും വിധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആഴ്ചയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കളുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഭക്ഷണം അവരുടെ വകയായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് കടിച്ചപ്പൊട്ടി സുബേറ്, ഇതാണ് സുബേറ് ഗൈസ്. ആ സുലു, നമ്മളെ സുലു അറിയില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയിട്ടോ. അവിടെ ഇവിടെ ഇട്ട് പോയിട്ടാണ് ഭക്ഷണം ക്ലീൻ ചെയ്യുന്ന പ്ലേറ്റുകളൊക്കെ എടുത്തു വെക്കുന്നത്. നമ്മൾ അമീദ്, യൂസുഫ്, നവാസ്, മുസ്തഫ, കടിച്ചാപ്പൊട്ടി യൂസുഫ് ഒക്കെ എല്ലാവരും ഫുള്ള് വർക്കിലാണ്. ജലീൽ മുണ്ടക്കായി അന്താളിച്ച് നിൽക്കുകയാണ് ഗൈസ്. പാട്ടവര് ഫോട്ടോ എടുക്കാണ്. അതെ, ഫോട്ടോ എടുക്കില്ല. അല്ലല്ല, നല്ല നന്മകൾ ചെയ്യുന്നത്. ഇത്രയും ചോറ് ബാക്കിയാണല്ലോ പഠിച്ചോനെ. എന്തായാലും ദാവൂദ്, നമ്മളെ നന്മമരം ദാവൂദ് ഒന്നും കൊണ്ട് നോക്കാം. ഓക്കെ. ഇത് വീഡിയോക്ക് വേണ്ടി എടുക്കുന്നതല്ല കേട്ടോ, ഇത് ആത്മാർത്ഥമായി പണിയെടുക്കാണ്. ആത്മാർത്ഥമായി പണിയെടുക്കാണിത്. ഒന്നുകൂടി